15-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു, അതിനുശേഷം കൊലപ്പെടുത്തി. തെളിവ് നശിപ്പിക്കാൻ മൃതദേഹം പെട്രോൾ ഒഴിച്ച് കത്തിച്ചു. പ്രതികൾ അറസ്റ്റിൽ. മധ്യപ്രദേശിലെ ഭോപ്പാലിനടുത്ത് ഭിന്ദ് ജില്ലയിൽ 15 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ ശേഷം ആ തെളിവുകൾ നശിപ്പിക്കാനായി ആ മൃതദേഹം അങ്ങ് കത്തിച്ചു കളഞ്ഞു. അവർ 3 പ്രതികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പെൺകുട്ടിയുടെ കത്തിക്കരിഞ്ഞ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ അവിടെയുള്ള ഗുപ്തേശ്വർ എന്ന ഒരു മലനിരകളുണ്ട്. ആ മലനിരകളിൽ നിന്നാണ് കണ്ടെടുക്കുന്നത്. ഭിന്ദ് സ്വദേശിനിയും 9ാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന വിദ്യാർത്ഥിനിയുമായിട്ടുള്ള പെൺകുട്ടിയാണ് ആ ക്രൂരമായിട്ടുള്ള പീഡനത്തിനും പിന്നീട് ആ കൊലപാതകം നേരിടേണ്ടിയൊക്കെ വന്നത്. എന്നാൽ മെയ് 28-ാം തീയതിയാണ് പെൺകുട്ടിയെ കാണാതാവുന്നത്. പെൺകുട്ടിയെ കാണാതായതോടുകൂടി വീട്ടുകാർ അവിടെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. രാമു ഗുർജാർ എന്നയാൾ പെൺകുട്ടിയെ പ്രലോഭിപ്പിച്ച് ഗ്വാളിയാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്ന അന്വേഷണത്തിൽ പോലീസിന് ബോധ്യപ്പെട്ടു. അങ്ങനെ ഈ ഗുപ്തേശ്വർ മലനിരകളിലെ അവിടെയുള്ള ഒരു നവഗ്രഹ ക്ഷേത്രം, അതിന് സമീപമുള്ള വിജനമായ സ്ഥലത്ത് വെച്ച് ഈ രാമു ഗുർജാർ എന്നയാൾ ഒപ്പം അയാളുടെ കൂട്ടാളികളായിട്ടുള്ള അരുൺ കുശ്വാഹ, ഗൗരവ് കുശ്വാഹ എന്നിവർ ചേർന്ന് ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചതാണ് എന്ന് ബോധ്യപ്പെട്ടു. ഈ കുറ്റം അത് പുറത്തറിയുമെന്നുള്ള ഭയം കൊണ്ടാണ് ആ പെൺകുട്ടിയെ പീഡിപ്പിച്ച ശേഷം കൊന്നുകളഞ്ഞതെന്ന് ആ പ്രതികൾ ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചു. മെയ് 29-ാം തീയതിയായി പെൺകുട്ടിയുടെ തിരിച്ചറിയൽ രേഖകളും മറ്റു തെളിവുകളും ഒക്കെ ഇല്ലാതാക്കിയ ശേഷം മൃതദേഹത്തിൽ പെട്രോൾ ഒഴിച്ച് അവർ തീ കൊളുത്തുകയായിരുന്നു. ഈ പ്രധാന പ്രതിയായിട്ടുള്ള രാമു ഗുർജാറിനെ വളരെ വേഗത്തിൽ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇയാളെ ചോദ്യം ചെയ്തതോടുകൂടിയാണ് മറ്റ് 2 പ്രതികളിലേക്ക് അവരെ എവിടെയാണ് എന്നുള്ളതും അങ്ങനെ ഏറ്റവും കൂടുതൽ ഗ്വാളിയോറിൽ നിന്ന് അവരെ അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിഞ്ഞത്. भिंड जिले के मोह थाना क्षेत्र में एक 15 वर्षीय लड़की के गुमशुदा होने की सूचना प्राप्त हुई थी। मोह थाने में FIR दर्ज की गई और मोह थाने की टीम लगातार लड़की को दस्तगिरद करने के प्रयास कर रही थी और थाना वालों को पता चला कि एक लड़की प्रेम प्रसंग में एक लड़के के साथ चली गई है। उसी के संबंध में मोह थाने की टीम यहाँ से 3 लोगों को सुबह उन्होंने कवर किया था और उनसे पूछताछ की थी। लड़कों ने कबूला कि उन्होंने जयनगंज थाना क्षेत्र पहाड़ी पर लड़की को लेकर आए, उसकी हत्या करी और बाद में उसको जलाकर अपना साक्ष्य नष्ट करने का प्रयास किया। अभी पूछताछ में लड़कों ने ऐसा कबूला है और बाद में PM रिपोर्ट और DNA और FSL रिपोर्ट के आधार पर ही इसमें कुछ आगे कहा जा सकता है. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആ പെൺകുട്ടിയുടെ മൃതദേഹം അവളുടെ ഗ്രാമത്തിലെത്തിയപ്പോൾ വലിയ സംഘർഷാവസ്ഥയാണ് ഉടലെടുത്തത്. ആ ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ചേർന്ന് ആ നാട്ടിലെ റോഡ് ഉപരോധിച്ച് പ്രതിഷേധം നടത്തി. പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ തൂക്കിലേറ്റണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ശിക്ഷ അത് തക്കതായിട്ടുള്ള കർശനമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കണം എന്നാവശ്യപ്പെട്ടായിരുന്നു അവരുടെ പ്രതിഷേധം. ഈ കേസിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണെന്നാണ് പോലീസ് പറയുന്നത്. ഇരയ്ക്ക് നീതി ഉറപ്പാക്കാൻ എല്ലാ വശങ്ങളും സൂക്ഷ്മമായി പരിശോധിച്ച് കൃത്യമായിട്ടുള്ള നടപടി എടുക്കുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ തന്നെ ഇത് അന്വേഷിക്കുമെന്നും പോലീസ് ആ ബന്ധുക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.